സദ്വേഷണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമത്തിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് പല ഭാഗത്തുനിന്നും പലരും നിരന്തരം വിളിക്കുകയും ഇങ്ങനെ ഒരു ആത്മീയ പ്രസ്ഥാനത്തിന് ഇങ്ങനെയുള്ള കുറേ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ പറയുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും മനുഷ്യത്വ രഹിത പ്രവർത്തനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും എങ്ങനെ നടത്താൻ സാധിക്കുന്നു, അത് സത്യമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് എൻ്റെ ഒട്ടനവധി രേഖകളുള്ളത്. എല്ലാം എനിക്ക് വെളിയിൽ കാണിക്കാൻ പറ്റത്തില്ല. കാരണം നിയമ സംവിധാനത്തിനുള്ള ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇവരുമായിട്ട് കേസുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിന് പ്രകാരം എനിക്കതൊക്കെ ആ കോടതികളിലൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പറയാൻ പറ്റിയൊരു കാര്യം ഞാൻ പറയാം. കാരണം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു ഇൻഫോ ഗൈഡ് എന്ന് പറഞ്ഞ് 2012 ഇറക്കിയ ഇത് മനസ്സിലായില്ല. അതിൽ ഇതിൻ്റെ ആധികാരികത എന്ന് പറയാനായിട്ട് ഇത് പറഞ്ഞുതരാം. ഇന്നത്തെ ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന അയാളുടെ ആ ഒരു ഒപ്പൊക്കെ ഇട്ട് കണ്ടില്ലേ സ്വാമി, അന്ന് അയാൾ ഓർഗനൈസ് സെക്രട്ടറിയാണ്. ഇന്നിപ്പോൾ 25 വർഷത്തെ ആവാസ ജീവിതം പൂർത്തിയാക്കിയ ഒരാളാണ്. തോന്നിയാസ ജീവിതം അതിൻ്റെ ആഘോഷമൊക്കെ നടത്തിയതാണ്. അപ്പം ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ആൾക്കാരുടെ അഡ്രസ്സും ഫോൺ നമ്പർ, റീജിയണൽ ഓഫീസ്, ആ ഓഫീസ്, പദവി എല്ലാം ഉണ്ട് ഇതിൽ. സ്റ്റാഫുകളുടെ ഏകദേശം 10,3500 സ്റ്റാഫുണ്ട് ശാന്തിഗിരിക്ക്. ഇതിൽ 2012 കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ 2017 ഇവരുടെ ഒരു ശാന്തിഗിരി ജനറൽ റിപ്പോർട്ട് അറ്റ് എ ഗ്ലാൻസ്, അതായത് ജനുവരി 2017 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളാണിത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, തൊഴിൽ ഇടങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ സ്റ്റാഫുകളുടെ ഡെയിലിയുള്ള റിപ്പോർട്ടുകളാണ്. ഇനി അടുത്താണ് രസം. എനിക്ക് കഴിഞ്ഞ ദിവസം വിവരാവകാശം വഴി നമ്മുടെ മാണിക്കൽ ഗ്രാമപഞ്ചായത്ത്, അതായത് ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ വിവരാവകാശ അപേക്ഷ അയച്ചതിന് പ്രകാരം അവിടെ നിന്ന് കിട്ടിയ ഒരു മറുപടിയും അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മറുപടിയും അവിടുത്തെ രേഖകളും നിങ്ങളുടെ അറിവിലാക്കും. ഞാൻ എന്താ പറയുക, വിവരാവകാശ അപേക്ഷ അയച്ച പ്രകാരം എത്ര സ്റ്റാഫുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ടെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഇവർ ഞാൻ ചോദിച്ചത് 5 വർഷത്തെ ഇതാണ് ചോദിച്ചത്. പക്ഷെ ഇവർ തന്നിരിക്കുന്നത് ഒരു 1.5 വർഷത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ 1.5 വർഷത്തെ തന്നെ വളരെ വ്യത്യാസമുണ്ട്. ഞാൻ ഇതിന് അപ്പീൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർ ആ 1.5 വർഷത്തെ റിപ്പോർട്ട് 6 മാസം കൂടുന്നതാണ്. അതിൽ ഈ മറുപടി തന്നെ പറയാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 2024 മുതൽ സെപ്റ്റംബർ 2024 വരെ 495 സ്റ്റാഫുണ്ട്. അവരെ തൊഴിൽക്കര അടച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട്. അതിന് എത്ര രൂപ അടച്ചു കഴിഞ്ഞാൽ 18 പേജുണ്ട്, 54 രൂപ അടച്ചു കഴിഞ്ഞാൽ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു. അതിനുശേഷം പിന്നെ ഒക്ടോബർ 2024 തൊട്ട് മാർച്ച് 2025 വരെ 6 മാസം, അത് 492 പേരുണ്ട്, 18 പേജിന് 54 രൂപ കൊടുത്താൽ കിട്ടുക എന്നുള്ളതാണ്. അതും എടുത്തു. ഇനി പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 2025 തൊട്ട് സെപ്റ്റംബർ 2025 വരെ. അപ്പോൾ ആ 6 മാസമുള്ള അതിൻ്റെതും 499 ജീവനക്കാരുണ്ട് തൊഴിൽക്കരടച്ചത്. അതിൽ 51 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി രേഖകൾ കിട്ടും എന്നാണ് പറഞ്ഞത്. അതും എടുത്ത്. അപ്പം ഞാൻ പറയാന്ന് വെച്ചാൽ 1.5 വർഷത്തെ തന്നെ 495, 492, 499 മനസ്സിലായ. എന്തായാലും 490-നും 500-നും ഇടക്ക് ആളുണ്ട്. പക്ഷേ ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഇതിന് കുറെ സ്ഥാപനങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യാതെയുണ്ട്. അതൊക്കെ ഞാൻ വീണ്ടും വിവരാവകാശങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ നിന്ന്, അതായത് അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ എത്ര സ്റ്റാഫുകളെ സ്ഥാപനങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചതിന് പ്രകാരം അവിടെ നിന്ന് വിവരാവകാശം വന്നതെന്ന് വെച്ചാൽ അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിൽ ഞാൻ മൊത്തം കണക്ക് കൂട്ടിയിട്ട് ഞാൻ മൊത്തം ഓരോ സ്ഥാപനങ്ങളും മെൻഷൻ ചെയ്ത് ചോദിച്ചിട്ട് അതിൽ കുറേ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന സ്ഥാപനങ്ങൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസിലില്ല. അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന പല സ്ഥാപനങ്ങളും പഞ്ചായത്തിലില്ല. മനസ്സിലായില്ലേ? പഞ്ചായത്ത് ലൈസൻസോടെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ. ഇതൊരു വളരെ നിസ്സാരമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായ? അപ്പം ഈ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് പാലിക്കാത്തവരാണെന്ന് ആലോചിക്കണം. അപ്പം ഇതിൽ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അല്ല ഓരോ സ്ഥാപനങ്ങളുടെയും പേര് പറഞ്ഞിട്ട് ആകെയുള്ളത് 169 പേരെയാണ് ഇവർ സ്റ്റാഫായിട്ട് ഈ
എന്താ പറയുക, ആറ്റിങ്ങൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഗ്രാറ്റുവിറ്റി, പിന്നെ പ്രൊവിഡന്റ് ഫണ്ട്, ESI, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കിടക്കണ്. മനസ്സിലായില്ലേ? ഇതൊന്നും കൃത്യമല്ല. ഇതെല്ലാം കുത്തഴിഞ്ഞ് കിടക്കുന്ന ഇവർക്ക് ഇഷ്ടക്കാരെ മാത്രം ഇവർ സംരക്ഷിച്ചു പോകുന്നൊരു സ്ഥാപനമാണ്. മനസ്സിലായോ? രാജ്യത്തെ നിയമവ്യവസ്ഥകളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അതും ശ്രദ്ധിക്കണം നമ്മൾ. ഈ തൊഴിൽ നിയമത്തിൽ പോലും 2 രജിസ്റ്റർ വെച്ചാണ് ഇവർ ഈ പ്രവർത്തനം നടത്തുന്നത്, ഈ സ്ഥാപനങ്ങൾ മൊത്തം. മനസ്സിലായ? ടാക്സ് വെട്ടിക്കാൻ, പിന്നെ തൊഴിലാളികളുടെ ആ ക്ഷേമനിധികൾ കൊടുക്കാതിരിക്കാൻ, ഈ ഗ്രാറ്റുവിറ്റികൾ കൊടുക്കാതിരിക്കാൻ, ഈ ഉപജീവനത്തുകൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി. അതൊക്കെ ഇനി വരുന്നേ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് കേസുകൾ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കോടതിയിൽ ഇവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിക്കാനുള്ള ഒരു അവസരമാണിത്. മനസ്സിലായ? അപ്പോൾ എന്താ പറയുക, ഇവരുടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും വിവരാവകാശം വെച്ച് കഴിഞ്ഞാൽ മാണിക്കൽ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിൽ വെച്ച് കഴിഞ്ഞാലും കിട്ടും, ഈ ആറ്റിങ്ങൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ വെച്ചാലും കിട്ടും. മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും പറയണമെന്ന് വെച്ചാൽ ഈ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്ന ആപ്തവാക്യത്തെ വിശ്വസിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥാപനം അസത്യത്തിലും ചതിയിലും വഞ്ചനയിലൂടെയും പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ നിയമവ്യവസ്ഥകൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതൊക്കെ ഈ വിശ്വാസമുഖം തിരിച്ചറിഞ്ഞ് അവര് കൂടി തിരുത്തണം. അല്ലാതെ ഇവര് പറയുന്നത് അപ്പാടെ വിഴുങ്ങി മറ്റുള്ളവരെ അവിശ്വസിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഇറങ്ങി പരിശോധിക്കണം. മനസ്സിലായില്ലേ? അതിന് ആംബിയറുള്ളവർ ഇറങ്ങി പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇവരുടെ എന്തെല്ലാം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇവർ ചെയ്യുന്നുണ്ടെന്ന്. മനസ്സിലായ? മനനം ചെയ്ത് മനുഷ്യനാകാൻ ശ്രമിക്കുക. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? അല്ലാതെ ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാനല്ല. ഗുരു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് പോകേണ്ടതെന്നും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും എന്തെല്ലാമാണ് ജീവിതത്തിൽ പകർത്തേണ്ടതെന്നും നമ്മൾ എന്തിനാണ് ഇവിടെ ജന്മം കൊണ്ടതെന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുന്നവർക്ക് ഞാനൊരു സാമ്പിളായിട്ട് ഇത് പറയുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കും ഇതുപോലെ വിവരാവകാശങ്ങൾ വെക്കാം. നിങ്ങൾക്കും എങ്ങനെയാണ് വിവരാവകാശം വെക്കേണ്ടതെന്ന് അറിയേണ്ടവർ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായി? നമ്മളിപ്പോൾ ഒരു വിവരാവകാശം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ എല്ലാം കിട്ടണമെന്നില്ല. അവിടെ നിന്ന് തന്നെ ശരിയായ വിവരങ്ങൾ കിട്ടത്തില്ല, ശരിയായ രേഖകൾ കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ അടുത്ത 1ാം അപ്പീൽ അധികാരിയുടെ അടുത്ത് പോകുമ്പോൾ അതാത് സ്ഥാപനത്തിന് അതാത് 1ാം അപ്പീൽ അധികാരികൾ ഉണ്ടാവും. അവരുടെ പേരുകൾ എല്ലാം കണ്ടില്ലേ? ഇത് വിവരാവകാശം അസിസ്റ്റന്റ് ലേബർ ഓഫീസറിന്റെ ആറ്റിങ്ങിലുള്ള ഇതാണ്. അപ്പോൾ അപ്പീൽ അധികാരിയുടെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവും. അപ്പീൽ അധികാരി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജില്ലാ ലേബർ ഓഫീസറാണ് ഇതിന്റെ അപ്പീൽ അധികാരി. മനസ്സിലായോ? കൃത്യമായിട്ടും നമുക്ക് വിശ്വസ്തമല്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടുകളും രേഖകളോട് തന്നെയെങ്കിൽ നമുക്ക് 1ാം അപ്പീൽ പോകാം. ഈ 1ാം അപ്പീൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ, നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ 2ാം അപ്പീൽ അധികാരി എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെയും 2ാം അപ്പീൽ അധികാരി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ്. അവിടെ അപ്പീൽ കൊടുക്കണം. മനസ്സിലായോ? അവിടെ അപ്പീൽ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് കൃത്യമായിട്ട് കിട്ടും നീതി. നമ്മൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ യഥാർത്ഥമായ നീതി അവിടെ നിന്നേ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? കണ്ണും കാതും ചെവിയും എല്ലാം തന്നിരിക്കുന്നത്, കണ്ണും കാതും വായും മൂക്കും എല്ലാം പഞ്ചേന്ദ്രിയങ്ങളൊക്കെ എന്തിനാണ് ഉള്ളത് മനുഷ്യന്? ഓരോ കാര്യങ്ങളും അറിയാനല്ലേ. അതീന്ദ്രിയമായ ജ്ഞാനേന്ദ്രിയമുള്ളവർക്ക് അതും കാണാം. മനസ്സിലായോ? പക്ഷെ എന്തും സത്യത്തിന് വേണ്ടിയുള്ളതായിരിക്കണമെന്ന് മാത്രം. മനസ്സിലായോ? അസത്യത്തിന്റെ കൂടെ നിൽക്കാതിരിക്കുക, സത്യത്തിന് വേണ്ടി ജീവിക്കുക, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഗുരു പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന അതെല്ലാമാണ്. അല്ലാതെ കള്ളവും അസത്യവും അനീതിയും ഒക്കെ കാണിക്കുന്നിടത്ത് കൂടെ നിന്നാൽ അതിൻ്റെ ഒരു പാപം കൂടി നമ്മളും നമ്മുടെ സന്തതി പരമ്പരകളും. മനസ്സിലായോ? നമ്മൾ എത്ര കെട്ടിപ്പൊക്കിയാലും ഈ കർമ്മം എന്ന് പറയുന്നതിൻ്റെ ഒരു ഫലം, കർമ്മഫലം, അത് കിട്ടിയിരിക്കും. അത് ചിലപ്പോൾ നമ്മൾക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ കൺമുൻപിൽ നമ്മുടെ സന്തതി പരമ്പരക്കെങ്കിലും അത് കിട്ടുമെന്നുള്ള ബോധ്യത്തോടെ ഈ കൂടി നിൽക്കുന്ന ഈ അനീതി അല്ലെങ്കിൽ അസത്യത്തിന്റെ കൂടെ നിൽക്കുന്നവർ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അവരവർക്കുള്ള സദ്വിശരണം.